എല്ലാവർക്കും സ്വാഗതം വീണ്ടും ജാനാസ് ലേണിങ്സിലേക്ക്. ഇന്നത്തെ പ്രഭാതവും ഞാൻ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ബിക്കോസ് ഐ എം ഗോയിങ് ടു ഹാവ് എ ചാറ്റ് വിത്ത് മൈ സിസ്റ്റേഴ്സ് ഡോട്ടർ ശ്രീമതി രതി ശങ്കർ. രതി HR പേഴ്സണലാണ്, ട്രെയിനിങ് പേഴ്സണലാണ്. അപ്പോൾ ഞാൻ ഒരു ന്യൂജൻ ആക്ടിവിറ്റി ഓർ ന്യൂജൻ ഹാബിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഈ ജോലി എപ്പോഴും മാറി മാറി പോകുന്നില്ലേ, ദേ ഡോണ്ട് സ്റ്റിക്ക് ടു വൺ ജോബ് അല്ലേ? അതിനെക്കുറിച്ച് രതിയോടൊന്ന് ചോദിക്കാം. ആൻഡ് തീർച്ചയായിട്ടും രതിക്ക് ഒരു പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടി അത് ക്ലിയർ ചെയ്തു തരാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ എം വെൽക്കമിങ് യു സ്ട്രേറ്റ് ടു ദ വീഡിയോ. ഹായ് രതി, വെൽക്കം ടു ജാനാസ് ലേണിങ്സ്. എല്ലാവർക്കും ജാനാസ് ലേണിങ്സിലേക്ക് സ്വാഗതം. രതി, ഐ വോണ്ട് ടു ആസ്ക് യു അബൌട്ട് ദ ന്യൂ ജെൻ ഹാബിറ്റ്സ്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഈ ജോലി പെട്ടെന്ന് മാറാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഹൗ യു ആർ ഏബിൾ ടു ടേക്ക് ദ ഡിസിഷൻ ആൻഡ് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളൊരു ജോലി മാറുന്നു, അറ്റ് ദ സെയിം ടൈം യു ആർ എൻജോയിങ് യുവർ ലൈഫ്, നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ഒന്നിലും. സോ ഹൗ ഈസ് ഇറ്റ്? സോ ഐ എം ഈഗർലി വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം യു. Hello, Chiti. Thank you for the opportunity. So, it's a very good question what you have asked. Earlier, people used to be in one job and then think about retirement. And how is it that you are changing jobs and still you are feeling happy? So, I want to answer it with some examples here. The first one which I wanted to say is earlier, job was considered as a productive part of the economy where people used to go out, work, get money, which is earning money was one of the important and the primary reason for going for a job. Even now, that thought has not changed. All of us go out, we earn, we bring back money home. So there is no change in that. But the only thing which has changed over all these years is the way you look at why people are changing jobs. When you ask me why people are changing jobs, I would want to explain it with an example. Suppose I want to go to Ernakulam and I'm going to my bus station here. So I should be very clear where I want to go. So that is the first thing. So I need to be very clear about my destination. So that destination we call it as objective. Now I have decided that I want to go to Ernakulam. So when the person, that is the employee, has got into the bus, there could be two things that could happen to the bus. One, the bus will reach the destination come what may, and the bus may not be going in the speed with which the employee wants it to be. So at that point in time, the employee feels, oh, this bus is not going in the right speed, so I need to get down and I will take another bus. So it is purpose driven. So the അതായത് രതി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു എംപ്ലോയറിനെ അവളൊരു ബസ് ജേർണിയിലേക്കും നമ്മുടെ എംപ്ലോയീസിനെ ഒരു പാസഞ്ചറായിട്ടും കാണുകയാണ്. അതായത് ദീസ് ഡേയ്സ് ദ യങ് ജനറേഷൻ ദേ നോ ഹൗ ടു സെറ്റ് എ ഗോൾ ഫോർ ദംസെൽസ് ആൻഡ് ഹൗ ടു റീച്ച് ദെയർ. അതിന് അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു സ്പീഡുണ്ട്. ദേ ഹാവ് സെറ്റ് എ ടാർഗറ്റ് ഫോർ ദംസെൽസ് ആൻഡ് ദേ ഹാവ് ഓൾസോ സെറ്റ് എ ടൈം ലിമിറ്റ് ടു റീച്ച് ദെയർ. നമ്മളെപ്പോലെയല്ല, പണ്ടത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ വരുന്നത് പോലെ വരട്ടെ, എനിക്ക് ഇത്രയേ വിധിച്ചിട്ടുള്ളൂ അല്ലേ, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിച്ചിരിക്കും. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയില്ല. ഇപ്പോൾ ഒരു ബസ്സിന് സ്പീഡ് പോരായെങ്കിൽ തോന്നുകയാണെങ്കിൽ ദേ വിൽ ഗെറ്റ് ഡൗൺ ആൻഡ് ദേ ആർ കോൺഫിഡൻറ്റ് ദാറ്റ് ദേ വിൽ ഗെറ്റ് അനദർ ബസ്. അതാണ്. അപ്പോൾ സംശയമില്ല. സോ സ്പീഡ്, അതാണ് അവരുടെ മുദ്രാവാക്യം. അറ്റ് ദ സെയിം ടൈം ദേ ആർ കെയർഫുൾ അബൌട്ട് ദ മീൻസ് ഓൾസോ. എങ്ങനെയെങ്കിലും എത്തിച്ചേരണം എന്നും അവർ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ചും രതി ഈസ് ടോക്കിംഗ്. സോ പ്ലീസ് ലിസൺ ടു ഹെർ. So people are very goal oriented and they want to do everything as per their goals. Here I want to give you a subtle difference between goal orientation and goal obsession. Goal orientation is something where you will do all the activities which is within the boundary, which is legal, which is moral, which is ethical and stuff like that. And with these constraints, with these boundaries, you operate and going toward the goal. Goal obsession is something I'm only worried about the end. I'm not worried about the means with which I agree.
So I want to give the example of Ben Johnson here. Ben Johnson wanted to run a 100 meters dash, and he ran the 100 meters dash. He won it. But then after 4 days, you know what happened? When the, I would say the test was done, when his test was done, he had injected a steroid called stanozolol, which increased his adrenaline rush, and he won it. But what happened after 4 days? His gold medal was stripped off, and it was given to Carl Lewis. Now, that is goal obsession. You go to any extent to do the goal. But that is not the way to achieve anything in life. Obsession will not be sustainable. You will be achieving the goal, but you will not be able to sustain there for a longer time. But here it is not like that. Here we will be able to reach there, we'll be able to sustain there for a longer time and enjoy doing. So today's youth are goal oriented and they know what to do, and that is why they're extremely happy about job. If any of this is not happening, then the variety, the entertainment, the joy, the satisfaction, the charm of the job is lost. Plus, another additional component is one should be adequately compensated for the job what they are doing. It is nobody works here for charity, so everybody works for compensation. Compensation in terms of monetary compensation as well as non-monetary compensation, where all these compensations and policies will be aligned to your physical, mental, and emotional thing. So youngsters are very clear about it and they know how to handle. They're very talented, and that is why I feel we are all able to change jobs with ease and go and work in a newer place. ഇപ്പോൾ രതി എന്താ പറയുന്നതെന്ന് വെച്ചാൽ മോണിറ്ററി ബെനിഫിറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അതായത് പൈസ ആരും ചാരിറ്റിക്ക് വേണ്ടിയല്ല വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഫിസിക്കൽ സൗകര്യം, ഇമോഷണൽ കപ്പാസിറ്റി, അഡ്ജസ്റ്റ്മെൻറ്റ് ടു എ ജോബ്, അതായത് ഏറ്റവും അടുത്ത് വീട് എന്ന് വിചാരിക്കുമ്പോൾ ആ സ്ഥലത്തേക്കായിരിക്കും നമ്മൾ കൂടുതൽ ജോലി ചെയ്യാനായിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഫിസിക്കൽ കംഫർട്ട് ഉണ്ട് അതിനകത്ത്, ഇമോഷണൽ കംഫർട്ട്, നമ്മൾക്ക് എങ്ങനെ സന്തോഷമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി, അതിനുള്ള കഴിവ്, ബുദ്ധി എല്ലാം ഇപ്പോഴത്തെ ജനറേഷന് ഉണ്ട്. സോ വൈ ഡോണ്ട് വി ലേൺ ഫ്രം ദം? അതാണ് ഞാൻ ചോദിക്കുന്നത്. താങ്ക്സ് രതി ഫോർ ദ വണ്ടർഫുൾ ചാറ്റ്. രതിക്ക് നല്ല പ്രൊഫഷണലായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. വി ആർ വെരി ഹാപ്പി. ഐ എം വെരി ഹാപ്പി, താങ്ക്ഫുൾ ടു യു, ആൻഡ് ഐ ഹോപ്പ് that you will give us more time for such managerial concepts and we can have more chats like this. Thank you very much.